മുഖ്യനെ താഴെ ഇറക്കാൻ DCPയെ മുന്നിൽ നിർത്തി കളിക്കുന്നത് ആര്? നമസ്കാരം, ഇതാണ് യതീഷ് ചന്ദ്ര, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, കൊച്ചി സിറ്റി പോലീസ്. പിണറായി പോലീസിന്റെ ന്യൂ ജനറേഷൻ മർദ്ദനമുഖം. ഇതാണ് ചതി. ഈ കാണുന്ന രംഗം പുതുവേപ്പിലല്ല, മറിച്ച് ഹൈക്കോടതി ജംഗ്ഷനിലാണ്. അതും ജൂൺ 16. IPS തൊപ്പിയുടെ ലഹരി പിടിച്ച ക്രമസമാധാന പാലകൻ. മെട്രോ നഗരത്തിലെ ജനകീയ സമരങ്ങൾ അടിച്ചമർത്താനുള്ള സർക്കാരിന്റെ ഇപ്പോഴത്തെ തുരുപ്പുചീട്ട്. വികസനത്തിന് തടസ്സം നിൽക്കുന്നവരെ സർക്കാരിന് നേരിടേണ്ടി വരുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ട് ഹരം പിടിച്ചുപോയി കൊച്ചിയുടെ DCP. ഇതാണ് കൊടുംചതി. യതീഷ് ചന്ദ്രയെ കാണിക്കുന്ന ഈ സീൻ ജൂൺ 16 ഹൈക്കോടതിനടുത്താണ്. നടുവിലുള്ള ചോരയൊലിക്കുന്ന സീൻ 18 പുതുവൈപ്പിലും. അന്നാണെങ്കിൽ യതീഷ് ചന്ദ്ര ലീവിലും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാണുന്ന രംഗങ്ങളും പതിവ് പോലെ പുതുവൈപ്പിൽ അല്ല. പ്രധാനമന്ത്രിയുടെ വരവിന്റെ തലേന്ന്, അതായത് ജൂൺ 16 പ്രധാനമന്ത്രിയുടെ യാത്രയുടെ ഒരു മോക്ക് ഡ്രിൽ മറൈൻ ഡ്രൈവിന്റെ അടുത്ത് നടന്നു. പ്രധാനമന്ത്രിയുടെ യാത്രയോടനുബന്ധിച്ച് ത്രെഡ് ഉണ്ടായിരുന്ന കാര്യം DGP അടക്കം പിന്നെ സമ്മതിച്ച കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും കുട്ടികളെയും വൃദ്ധരെയും മറയാക്കി സമരം ചെയ്യുന്നവരെയും, എന്തിന് സമര നേതാക്കളെ അടക്കം വളരെ മാന്യമായിട്ടാണ് പോലീസ് ഒഴിപ്പിച്ചത്. മാതൃഭൂമി ആവർത്തിച്ച് കാണിക്കുന്ന ചോരപുരണ്ട ലാത്തി ചാർജും യതീഷ് ചന്ദ്രയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാകും. ഈ കാഴ്ചകളാണ് മാധ്യമങ്ങൾ മുക്കിയത്. അതെന്തിനായിരുന്നു എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. പിന്നെയും ഒഴിവാകാൻ തയ്യാറാകാത്തവരെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മിതമായ ബലപ്രയോഗത്തിലൂടെയാണ് നീക്കം ചെയ്തത്. ഇതാണ് ശരിക്കും നടന്നത്, മീഡിയ നിങ്ങളോട് പറയാത്തത്.